പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം മൂടുക രോമഹർഷങ്ങളാൽ മൂടുകീ കൈനഖവടുക്കൾ കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം പുഷ്കരണിയിൽ വന്നു കണ്ണുനീർ പുഷ്കരണിയിൽ വന്നു ചൂടുക ചൂടുക പാരിയെടുത്തു നീ ചൂടുകീ പല്ലവപ്പുടങ്ങൾ കാദംബരി പുഷ്പത്തിൽ കൗമാരം കൊരുത്തതാണീ മാല്യം കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം. അച്ചു ചേച്ചി ജഡ്ജസ് ഒറ്റ കുത്തു വെച്ച് തരും. ഇതെന്താ അച്ചു?
ആ ലയത്തിനെ പറ്റി പറയൂ. ഈശ്വര, എങ്ങനെ പോയി? നമ്മളിവിടെ രണ്ട് ടൈപ്പ് ഐറ്റം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തുടക്കം മൊത്തം വേറെ വഴിക്കൊക്കെ പോയിട്ട് അവസാനം ജോയിൻ ചെയ്യും. ഈ കേസിൽ നമ്മൾ കണ്ടത് ഈ കേസിൽ നമ്മൾ കണ്ടത് നേരെ തിരിച്ച് അവസാനം വരെ കൃത്യം ലോക്കിൽ വീണ് ഇതൊരു കഷ്ടം. എന്താ അച്ചു അറിയൂല. ഏതാ ചൂടുക ചൂടുക അല്ലേ? അവിടെ പോയി അതങ്ങ് പെട്ടെന്ന് അങ്ങ് വലിഞ്ഞങ്ങ്. അതെന്താ വെള്ളം ഇറക്കിയതാണോ? എന്താ പറ്റിയ ഇവിടെ? പറ്റി. അറിയില്ല എന്താ പറ്റിയ. ഞങ്ങള് അത്രയെങ്കിലും പാടിയല്ലോ. ശരത് സാറിനെ നോക്കിട്ട് ഞാനത് കറക്റ്റ് ഇപ്പൊ താളത്തിൽ വീഴും നോക്കുമ്പോ അടുത്ത ലൈൻ ഇതാ പോകും. ചോദിക്കാം നമുക്ക്. MG സാർ. അശ്വതി കുട്ടി സാർ, ഈ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്താ മോള് നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമായിട്ട് പാടി. എനിക്ക് തോന്നിയത് സുശീലാമ്മ ഒരുപാട് അനുകരിക്കുന്നുണ്ടോ? ഇല്ല സാർ, അനുകരിച്ചിട്ടില്ല. അല്ല, അതായത് ആ ഇത് വന്നല്ലോ, ലയം സെക്ടർ വന്നല്ലോ. അപ്പോൾ എന്തിനിതിൽ തന്ന അങ്ങനെ കട്ടിച്ച് പിടിച്ച് പാടുന്ന പോലെ. അത് ഞാൻ താളത്തിന് മനസ്സിലായി. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ സുശീലാമ്മ അങ്ങനെ തന്നെ പാടിയിട്ടുണ്ട്. ഷീസ് നോട്ട് എ മലയാളി. അപ്പോൾ പാടുമ്പോഴത്തേക്ക് അവരുടെ ഒരു ആക്സെന്റ് സ്റ്റൈൽ അതാണ്. അപ്പൊ അത് ഇമിറ്റേറ്റ് ചെയ്തതാണോ അതോ താളം കിട്ടാൻ വേണ്ടിട്ട്? താളം കിട്ടാൻ വേണ്ടി ഇങ്ങനെ അങ്ങനെ ഇങ്ങനൊരു. എന്തായാലും അത് അവസാനം വരെ രക്ഷിച്ചു. ഒരു ശാക്കലം സാരമില്ല, പോട്ടെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ പാട്ട് നന്നായിട്ട് പാടി. പിന്നെ മെയിനായിട്ട് നിർമാല്യം ഞാൻ നിർമാല്യം, അതിന്റെ സംഗതി ഒന്ന് പാടാവോ? കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ കേക്കണം. ഇഞ്ഞ കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം 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 മാല്യം മാല്യം ഞാൻ നിർമാല്യം നിർമാല്യം നിർമാല്യം. പിന്നെ നിർത്തുന്ന സ്ഥലത്തെല്ലാം കുറച്ചൊരു വിബ്രാറ്റോ. അത് ശരിക്കും അത് പാടില്ല എങ്കിലും ചില പാട്ടിന് അതൊരു വാണ്ടഡ് എലിമെന്റ് ആണ്. ഒരു കുറച്ചൊരു വിബ്രാറ്റോ കൊടുത്ത് നിർത്താൻ പറ്റുമോ? ലാൻഡിങ് പോയിന്റ്സ്. കാദംബരി പുഷ്പ സദസിൽ ഓക്കെ. കൗമാരം കോരുത്തതാണീ മാല്യം മാല്യം മാല്യം. അങ്ങനെ മാല്യം നിർത്തി കഴിഞ്ഞാൽ അത്രയും നേരം പാടിയതിന്റെ ബ്യൂട്ടി പോകും കേട്ടോ. അതുപോലെ തന്നെ പൊതിഞ്ഞു തരേരി തരറ്റ തരീരി, അപ്പൊ തരീരീന്ന് പിടിച്ചാൽ അത് ഒരു ഓക്വേർഡായിട്ട് തോന്നും. അവിടെ കുറച്ച് സോഫ്റ്റ് ആക്കുക, ഇല്ലെങ്കിൽ ഒരു ലേശം വിബ്രാറ്റോ കൊടുക്കുക. ഒന്ന് പാടാവോ ജസ്റ്റ്? ഇതാണ് ഞാൻ പറഞ്ഞ തെരുവിൽ നിന്ന് സുശീലാമ്മയുടെ കൈനിറുത്താണ്. ഇത് താളമുള്ള സ്ഥലമാണല്ലോ. അല്ല അങ്ങനല്ല. ശരി, ഓക്കെ, പാടിക്കോളൂ. റെഡി. ഓക്കെ, നോക്കിക്കൊണ്ടാ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പൊതിഞ്ഞു ആ ഒരു ഫീല് കേട്ടോ. ബാക്കിയെല്ലാം നന്നായിരുന്നു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, എന്തായാലും ചെറിയ ഒരു ഭാഗ്യക്കേട്. അതായത് അവസാനം വന്ന് ഞങ്ങളെല്ലാം ഇങ്ങനെ കറക്റ്റ് ഇതിൽ പൊക്കോണ്ടിരുന്നപ്പം ആഗ്രഹിച്ചു, അതും കൂടെ വന്നിരുന്നെങ്കിൽ എന്ന്. നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഷാനിക നന്നായിട്ട് പാടി മേഡം. ഈ പറഞ്ഞ പോലെ ഞാനും ആദ്യം ഫസ്റ്റ് ഞാൻ എഴുതിയത് വേഴ്സറ്റൈൽ. കാരണം ഇതിന് മുന്നേ പാടിയ ടോൺ കൊണ്ടല്ല അച്ചു ഇത്തവണ വന്നത്, അതിന് മുന്നേ പാടിയ ടോൺ കൊണ്ടല്ല ഇതിന് മുന്നേ വന്നത്. അപ്പോൾ അത് ഒരു വെർസറ്റാലിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അച്ചുവിൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. അച്ചു എന്ത് ടൈപ്പ് ഓഫ് പാട്ടും അച്ചുവിൻ്റെ കയ്യിൽ ഭദ്രമാണ്. 100% ഷുവർ കേട്ടാ. പിന്നെ ഈ പറഞ്ഞ ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞ കുറച്ച് സംഭവങ്ങളുണ്ട്. അഗൈൻ കമ്മിങ് ബാക്ക് ടു ദ റൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മൾ കണ്ടതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ഇത്തവണ സംഭവിച്ചത്. അത് ഇതും ഒരു അത്ഭുതമാണ്. കാരണം ഓൾമോസ്റ്റ് ഒരു 95% കൃത്യമായിട്ട് പാടിയിട്ട്
ഞാനിവിടുന്ന് ഇങ്ങനെ പാറുവിനെ നോക്കിയിട്ട് സെറ്റ് നമുക്ക്. സെറ്റ് മോളെ എന്ന് പറഞ്ഞപ്പോഴേക്ക് ബ്ലള പോയി നേരെ അങ്ങോട്ട്. പക്ഷെ അത് ഓക്കെ, ആ ഒരു മൈൻഡിൽ ആ ഒരു കാൽക്കുലേഷൻ എന്തായാലും വേണം കേട്ടോ മോളെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ സുശീലാമ്മയ്ക്ക് ആ ഒരു മലയാളി അല്ലാത്തതിൻ്റെതാവാം ചിലപ്പോൾ ഈ ഒരു വേർഡ്സിന് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഒരു ആക്സെൻറ്റ് ഉണ്ട്. എസ്പെഷ്യലി എനിക്ക് ഈ എന്തിനിതിന് ഇതളുകൾ എന്നൊക്കെ പറയുമ്പം അതിലുള്ള ഈ താളു കൾ എല്ലാം ഫോർ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ആ ഭാഗത്താണെങ്കിൽ ഇൻസ്ട്രുമെൻസും ഇല്ല, നമുക്ക് ക്ലിക്കുണ്ട് ഓക്കെ, പക്ഷെ വേറെ ഇൻസ്ട്രുമെൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം എല്ലാ അക്ഷരങ്ങളും ഡിഫൈൻ ചെയ്തിട്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് ഇത്രയും കട്ടിയുണ്ടോ? അപ്പം മോള് അങ്ങനെയാണ് മെട്രോണോം ഓടിച്ചോണ്ടിരിക്കുന്നത്, ഓരോരോ വാക്കിനാണ് ടക്ക് 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 കൊടുത്തോണ്ടിരിക്കണേ. അങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കണേ. അത്രയും കട്ടിയുടെ ആവശ്യമില്ല കേട്ടോ, ഫ്രാങ്ക്ലി അത്രയും കട്ടിയുടെ ആവശ്യമില്ല. കാരണം അത് ചില സമയങ്ങൾ അത് ഓടായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇൻസ്ട്രുമെന്റ്സ് കൂടെ ഇല്ലാത്തൊരു സമയത്ത് അങ്ങനെ ഒരു അടി ഫീൽ ചെയ്യും. അത് മാക്സിമം ഒഴിവാക്കാൻ ഒന്ന് ശ്രമിക്കുക. പിന്നെ ടുവേർഡ്സ് ദി എൻഡാണ് നമ്മുടെ ഐറ്റം റെയിൽ പാളത്ത് നിന്ന് തെന്നി മാറി പോയത്, റോഡിലേക്ക് വന്നു. അതെന്തോ പക്ഷെ അത്രയും നേരം മോള് പ്രിസൈസ് ആയിട്ട് തന്നെ പാടി കേട്ടോ. അപ്പൊ അതിന് ഹാറ്റ്സ് ഓഫ്. വെർസറ്റാലിറ്റി ആണ് നമ്മുടെ ഐറ്റം. മുറുകെ പിടിച്ചോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അച്ചു സാർ. അച്ഛൻ്റെ സുഖമാണോ? സുഖമാണ് സാർ. എന്തോ ഒരു കടുകട്ടിയായിരുന്നു, എന്തിനായിരുന്നു അങ്ങനെ? അല്ല, അത് ഞാൻ ചെറുതായി ഇങ്ങനെ പിടിച്ചപ്പോ അങ്ങനെ ആയി പോയ. അങ്ങനെ ഒന്നും അല്ല, സുശീലാമ്മയെ വിഴുങ്ങാനുള്ള ഒരു ചെറിയ ശ്രമം. ഒരിക്കലല്ല സാർ, ഒരിക്കലല്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞാല് നമ്മളൊന്നും ചുമ്മാ ഇരിക്കുന്നു. ശരത് സാറിനോട് സുശീലാമ്മയെ വിഴുങ്ങിന്ന്. ഞാൻ ഇവിടെ നിന്ന് പറയാൻ ചെയ്തു, വിഴുങ്ങിട്ടാ വന്നതെന്ന് തോന്നുന്നു. ചെറിയ തോതിൽ ഇടയ്ക്ക് ഏമ്പക്കവും വിട്ടു. ഇല്ല സാർ. അങ്ങനെ വേണ്ടെന്ന്. സുശീല അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗായികയാണ്. തൊട്ടാ പൊള്ളും, അമ്മയെ പോയി തൊട്ടാൽ. അപ്പം നമ്മൾ ഈ പാട്ട് പഠിക്കുക, പിന്നെ അച്ചുമായിട്ട് തന്നെ പാടിയാൽ മതി. കാര്യം ഒറ്റയ്ക്ക് വന്നപ്പോഴേ എന്താണ് പിന്നെ കരയോ? ഞാൻ നിന്നെ ഇപ്പൊ സ്പോട്ട് എലിമിനേറ്റ് അത്രേ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞത് കരയരുത്. അല്ല ഞാൻ പറഞ്ഞത് ഇത് ഒന്നും ഇല്ലാണ്ട് വന്ന് പാടുമ്പോൾ അതിങ്ങനെ മുഴച്ചു നിൽക്കുകയാടാ. അപ്പൊ അത് നമുക്ക് അത് അല്ല ഇപ്പൊ ഞാൻ അങ്ങനെ പാടിയാ നീ സമ്മതിക്കൂ? എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി. അപ്പൊ പിന്നെ നന്നായിട്ട് പാടി. ഇതാണ് ആവശ്യമില്ല. എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഈ എന്താണ് ഇപ്പൊ ഈ പല്ലവിയുടെ പറയാമോ അതോ ഇനി കരയോ? ഇല്ല സാർ. നിർമാല്യം അതിലൊരിക്കലും നമ്മുടെ കർണാടക സംഗീതത്തിന്റെ ഒരു ഏരിയ പോലും അതിനകത്ത് വരരുത്. അത് അത്ര പ്ലെയിനായിട്ടാണ് പാടേണ്ടത്. അതേ ഉള്ളൂ എനിക്ക് തോന്നിയത്. പിന്നെ ഈ അക്ഷരങ്ങൾ ഈ അനുപല്ലവി പാടിയപ്പോഴും ഞങ്ങൾ മഞ്ചേരി അടുത്ത് ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നത് അതിങ്ങനെ കടിച്ച് പറയായിരുന്നു, പെറുക്കി. അതിപ്പോൾ ടെലികാസ്റ്റ് വരുമ്പോൾ കേട്ട് നോക്ക് എങ്ങനെ ഇരുന്നു. അച്ചു പാടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തില്ല. അച്ചു ഇനി കടിച്ച് പറിക്കാതെ അതൊന്ന് പാടാമോ? 2 ലൈൻ ഒന്ന് പാടി കേൾപ്പിച്ചേ. ആ ഇതളുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സുശീലാമ്മയെ ഓർമ്മ വരുന്നത്. ഒന്നുകൂടെ പാടിക്കോ. അടുത്ത നല്ലതാണ്, അത് പാടിക്കോ. പക്ഷെ അത് ഓവറാക്കരുത്. അങ്ങനെ പാടരുതെന്നാ പറഞ്ഞ ഒരുവിധം ആയിക്കോ. ഇല്ല ഇത് വരുന്നത് നല്ലതാണ്, കുറച്ച് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. അത് വലിയ ഓക്വേർഡ് ആവാണ്ട്. എല്ലാം അധികമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ? ഒരുവിധമാണെങ്കിൽ നല്ല സുഖമാണ് കേൾക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ ലയത്തിൻ്റെ കാര്യം നമ്മൾ ഈ ഒരു ഇപ്പോൾ പോയി കടിച്ചു പിടിച്ച് പാടിയത് എന്ത് രസമായിരുന്നു താളത്തിൽ. ഞങ്ങളിങ്ങനെ ഞാനും ഷാനും ഒക്കെ അന്തം വിട്ട് നമ്മളെങ്ങനെ കൃത്യമായിട്ട് പാടുന്നത്. നമ്മളിപ്പോൾ എണീക്ക് ഞങ്ങൾ സത്യം ദൈവത്തിനാണ് സത്യം. നീ ഇത് പാടി തീർത്തിരുന്നെങ്കിൽ ഞങ്ങൾ എണീറ്റ്. കാര്യം ആദ്യം മുതൽ പക്ക ഒരു ക്ലിക്ക് ലീക്ക് കേട്ട് പാടിയാൽ പോലും ഇത്ര കറക്റ്റ് ആവത്തില്ല. അങ്ങനെ വന്നിട്ട് അവസാനം വന്നപ്പോൾ അന്ത്യാവോളം വെള്ളം കോരിട്ട് അന്തിക്ക് കൊട വിട്ട് ഉടച്ചേ. എന്തൊക്കെയായാലും നല്ലൊരു പാട്ട്, ഉഗ്രം പാട്ട്. അപ്പം അത്രേ ഉള്ളു അച്ചു.
കേട്ടോ എല്ലാം Okay, എടാ നല്ലതെല്ലാം നമുക്ക് എടുക്കാം, അത് ഓവറാക്കരുത്. അത്രേ ഉള്ളു അച്ചു. ആർ യു ഹാപ്പി? യെസ് സാർ. താങ്ക് യുടാ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി പാട്ട് നന്നായി പാടി മോളെ. ഈ സ്ഫുടത കൂടിപ്പോയതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. അപ്പോൾ അതൊന്ന് ഒതുക്കുക. പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അച്ചുവിന് ഒരുപാട് ടെൻഷനാണ് എപ്പോഴും ഹൈ പിച്ച് കിട്ടുമോ എന്നുള്ളത്. ഇന്ന് അത് പ്രോബ്ലം ഇല്ലായിരുന്നു. നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. ഹൈ ഭാഗങ്ങളൊക്കെ പാടുമ്പോഴും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കൂളായിട്ട് പാടി. ഗുഡ്. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വയ്ക്കാം. ചോദിക്കാം. ഷാനിക്ക 8.6. താങ്ക് യു സാർ. ശരത് സാർ. 8.6. താങ്ക് യു സാർ. ചേച്ചി 8.7. താങ്ക് യു മാം. MG സാർ. ചുക്ക്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, സോ ടോട്ടൽ 25.9. താങ്ക് യു. Super Star.